We'll start with your introduction, and then you can tell us uh, what is Thrissur Puram for somebody who doesn't know what is this festival. Sir. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പടഹാദി എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ഉത്സവമാണ്. പടഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിപ്പുറപ്പെട്ട് ദേശാടനം ഭഗവതിയുടെ അല്ലെങ്കിൽ ശാസ്താക്കന്മാരുടെ ദേശാടനം ചെയ്യുന്ന ഉത്സവമാണ് പടഹാദി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഉത്സവം. തൃശ്ശൂർ പൂരം ഈ വർഷം നടക്കുന്നത് 228ാമത്തെ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് പാറമേക്കാവ് ഭഗവതിയെ പ്രധാനിയാക്കി മറ്റുള്ള ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തി തൃശ്ശൂർ പൂരം രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ അതിൻ്റെ സംഘാടന മികവ് കൊണ്ടും അതിലുള്ളാകുന്ന ഓരോ സൂക്ഷ്മമായ വിശകലനങ്ങളെ കൊണ്ടും തൃശ്ശൂർ പൂരം ഇന്ന് ലോകപ്രശസ്തമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ഘടകപൂരങ്ങളും പങ്കെടുത്ത് പ്രധാനമായിട്ട് മറ്റുള്ള ദേവന്മാരെ പോലെ തന്നെ, അതായത് സാധാരണ നിലയിൽ ഈ പടഹാദി എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത് കാർത്യായനി ക്ഷേത്രങ്ങളിൽ ആണ്. പക്ഷേ ഇവിടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ 3 ഭദ്രകാളി ക്ഷേത്രം, അതായത് പ്രധാനമായിട്ട് ഒന്ന് നെതലക്കാവ് ഭഗവതിയായിട്ടുള്ള ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ഇപ്പോൾ വടക്കുംനാഥൻ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തുമാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. And sir, what are the main events that happen on Thrissur Puram day? How things started in the morning and till the night, how things happen? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ഉദയം മുതൽ പിറ്റേ ദിവസം മധ്യാഹ്നം വരെ 36 മണിക്കൂർ നേരം തുടർച്ചയായി നടക്കുന്നതായ പൂരത്തിൻ്റെ ഒരു മഹിമ ലോകത്ത് വേറെ എവിടെയും ഇല്ല. കാരണം കാലത്ത് 6 മണി 6:30 ആകുമ്പോൾ കണിമംഗലം ശാസ്താവിൻ്റെ പൂരമാണ് ആദ്യം തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തുന്നത്. ആ പൂരം കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ കാരമുക്ക് ഭഗവതി എത്തും. അതിൻ്റെ ഒപ്പം തന്നെ കിഴക്കേ ഗോപുരത്തിലൂടെ ചെമ്പുക്കാവ് ഭഗവതിയും അതുപോലെ തന്നെ പനയക്കമ്പള്ളി ശാസ്താവും എത്തും. ഇവരുടെ പൂരങ്ങൾ കഴിയുമ്പോഴേക്കും പിന്നിൽ ലാലൂരിൻ്റെ പൂരം കയറും. ആ ലാലൂരിൻ്റെ പൂരം വടക്കുന്നാഥൻ്റെ അവിടെ അവസാനിക്കുമ്പോൾ നെതലക്കാവിൻ്റെ പൂരം കയറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പൂരം കയറും, അതായത് അയ്യന്തോളിൻ്റെ പൂരം കയറും. ഇങ്ങനെ ഓരോ ചൂരക്കോട്ടുകാവിൻ്റെ പൂരം കയറും. ഇങ്ങനെ ഓരോ പൂരങ്ങളായി എല്ലാം പര്യവസാനിക്കുന്ന ആ സമയത്താണ് കാലത്ത് നേരത്തെ തിരുവമ്പാടി കൃഷ്ണൻ അല്ലെങ്കിൽ ഭഗവതി നേരെ മഠത്തിലേക്ക് വരും. ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് ഇപ്പോൾ ലോകപ്രശസ്തിയായിട്ടുള്ള പഞ്ചവാദ്യമായി കണക്കാക്കി പോരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് 15 ആനകളുടെ അകമ്പടിയോടുകൂടി ചെമ്പട കൊട്ടി വിളംബകാലത്തിൽ ചെമ്പട മേളത്തോടുകൂടി പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും. അതിനുശേഷം പാറമേക്കാവ് ഭഗവതി നേരെ ചെന്ന് വടക്കുംനാഥൻ്റെ മതിൽക്കകത്ത് എരിഞ്ഞിച്ചോട്ടിൽ നടത്തുന്ന ഇലഞ്ഞിത്തറ മേളവും. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വപ്രസിദ്ധമായ ഇന്ന് ആളുകൾക്ക് മുഴുവൻ ഹരമായി തീർന്നിട്ടുള്ളതായ കൊടമാറ്റം എന്ന് പറയുന്നതായ സംഭവം. പിന്നെ നഗരമധ്യത്തിൽ വെടിക്കെട്ട് നടക്കുക, അത് തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ്. ആ പൂരത്തോടനുബന്ധിച്ച് തന്നെ പിറ്റേ ദിവസം പന്തലിൽ നിന്ന് ഭഗവതിമാർ എഴുന്നള്ളുകയും അതിനുശേഷം സംഗമിച്ച് ഉപചാരം ചൊല്ലി പിരിയുകയും ചെയ്യുന്നത് വരെയുള്ളതായ കാര്യങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രശസ്തമായ പല ഭാഗങ്ങളും. Sir, the iconic image of elephants standing in front of the temple. So, what is the significance of elephants and why they are so iconic in this festival? You can watch here and This one we will have a conversation. ഒരു കാലഘട്ടത്തിൽ ഇത് നമുക്ക് കുറേ ചരിത്രങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് കർഷക വൃത്തിയായിരുന്ന ആളുകളും നായാട്ടിൻ്റെ ദേവതയായിട്ട് കർഷക വൃത്തിയുടെ ദേവതയായ ഭഗവതിമാരും നായാട്ടിൻ്റെ ദേവതയായ ശാസ്താക്കന്മാരെയുമാണ് ഇവിടെ അനവധി കാലം ഉപാസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കർഷക വൃത്തിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഒരു കർഷകന് ഒരു കാളയെ ലഭിക്കുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുവാൻ ഒരു കുതിരയെ ലഭിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ളതായ ഇംഗിതം. അതിനുവേണ്ടി കർഷക വിളവെടുപ്പിന് ശേഷം കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്ന വൈക്കോല് കൊണ്ട് ഒരു കാളയുടെയും കുതിരയുടെയും രൂപമുണ്ടാക്കി അത് ചുമലിലേറ്റി തൻ്റെ കാവിൽ വേലയുടെ ഭാഗമായി ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്ത് വരുന്നതായ ഒരു സമ്പ്രദായമാണ് പൂർവ്വകാലങ്ങളിൽ കേരളത്തിൽ നിലവിലിരുന്നിരുന്നത്. എന്നാൽ മറ്റുള്ള സംസ്കാരത്തിൻ്റെ ആഗമനം, ആര്യാഗമനത്തിന് ശേഷം ഈ സംസ്കാരം മുഴുവൻ മാറുകയും അവർ കൊണ്ടുവന്നതായ സംസ്കാരത്തിലൂടെ തന്നെ ആനകൾക്ക് സഹ്യപർവ്വതത്തിൽ സുലഭമായിരുന്ന ആനകളെ പിടിച്ച് ഇണക്കി ഓരോ വീടുകളുടെയും നമ്പൂതിരി കുടുംബങ്ങളുടെയും കോവിലകങ്ങളുടെയും പ്രഭു കുടുംബങ്ങളുടെയും പ്രതാപമായി നിന്നിരുന്നത് ആനകളാണ്. പിന്നീട് വന്ന ക്ഷേത്ര സമുച്ചയങ്ങളിലെല്ലാം അതിൻ്റെ ഉടമസ്ഥാവകാശം ഈ പ്രഭു കുടുംബങ്ങളിൽ വരികയും അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആനകളെ കൂട്ടി സംയോജിപ്പിച്ച് ദേവതയെ എഴുന്നള്ളിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തു വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ട് തൻ്റെ വീട്ടിലുള്ളതായ ഒരു വളർത്തുമൃഗത്തിനെ പോലെ പരിപാലിക്കുന്നതായ ആനയുടെ മുകളിൽ തൻ്റെ ദേവതയെ, ഞാൻ ഉപാസിക്കുന്നതായ ദേവതയെ എഴുന്നള്ളിച്ച് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുകയും ദേശാടനം ചെയ്യുകയും ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെയാണ് ആനകൾക്ക് കേരളത്തിലെ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വന്നത്. Sir, last question with how lot of young people are coming now and watching. So what would be your message and about this festival and how they should take it forward in the coming years? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ പുതിയതായ നിയമസംഹിതകളിലൂടെ ആനകളെ പിടിക്കുന്നത് നിരോധിച്ചു, പുറമേ നിന്ന് ആനകളെ കൊണ്ടുവരുന്നത് നിരോധിച്ചു. അപ്പോൾ ഈ സംസ്കാരം നമ്മളുടെ പൂർവികമായ ഒരു സംസ്കാരത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ആകാംക്ഷാഭരിതരായി ഇതുപോലെയുള്ളതായ ഉത്സവങ്ങൾ കാണാൻ വരുന്നത്. ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും അടുത്ത തലമുറയ്ക്ക് ഇത് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നതായ, ഇപ്പം നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിൽ ആവേശഭരിതരായ ചെറുപ്പക്കാർ തെക്കോട്ടിറക്കത്തിന് കുടമാറ്റ സമയത്ത് നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവേശത്തോടുകൂടി ആർത്തുല്ലസിച്ച് നിൽക്കുന്നതായ യൗവനയുക്തരായിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളെ കാണാം. ഇപ്പോൾ ധാരാളം പെൺകുട്ടികളും ഇതിൽ വന്ന് ഇത് ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്നതായ ഒരു വിനോദം, ഒരു എനർജിയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സവിശേഷത. അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. അത് നമ്മൾ അവിടെ നിന്ന് അനുഭവിച്ച് ആ എനർജി ഉൾക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനാണ് നമ്മളുടെ സംസ്കാരം ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിച്ചിരുന്നത്. അതിലൂടെ ഒരു സംസ്കാരത്തെ നിലനിർത്തുകയും ആ നിലനിർത്തുന്നതായ സംസ്കാരത്തിലൂടെ പരമ്പരകളായി ആസ്വദിച്ചിരുന്നതായ ഒരു ആനന്ദത്തെ നമ്മൾക്ക് ലഭിക്കുവാനും സാധിക്കാൻ എല്ലാ ജനറേഷനും, അതായത് പൂരത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിമതഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും ഒരുപോലെ ആസ്വദിച്ചിരുന്നതാണ് പൂരം കാണുക. അത് അവനവൻ്റെ മനസ്സിലുള്ളൊരു ആവേശമാണ്. ആ ആവേശത്തിൽ നിന്ന് കിട്ടുന്നതായ ഒരു എനർജിയാണ് അത് പ്രേക്ഷക മനസ്സ്, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ആനന്ദങ്ങളെ നൽകുന്നത്. 5 ഇന്ദ്രിയങ്ങൾക്കും ഒരുപോലെ ആനന്ദപ്രദമാണ്. കർമ്മേന്ദ്രിയങ്ങൾക്കായാലും അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കായാലും ഇതുപോലെ ദൃശ്യേന്ദ്രിയങ്ങൾ എല്ലാത്തിനും ഒരുപോലെ തന്നെ ഈ ആനന്ദത്തെ പ്രദാനം ചെയ്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൽ അവനവൻ്റേതായിരിക്കുന്ന ആകാംക്ഷകൾക്കനുസരിച്ച് അതിന് പൊലിമ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ജനറേഷനും അത് നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. Thank you so much for your time. Thanks.